നിങ്ങളൊരു ഫസ്റ്റ് ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിൽ നിന്നോ 100cc എന്നുള്ള അപ്ഗ്രേഡ് ആയിട്ട് ഒരു പ്രീമിയം മോട്ടോർ സൈക്കിൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു KTM ഫാനാണ്, പക്ഷേ KTM എന്ന് കേൾക്കുമ്പോൾ വീട്ടുകാർ മടലെടുക്കുകയാണെങ്കിൽ, താങ്ക്സ് ഫോർ ക്ലിക്കിംഗ് ദ വീഡിയോ. സുഖമല്ലേ? ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് KTMൻ്റെ ഏറ്റവും പുതിയ 160 ഡ്യൂക്കാണ്. ഒരു ഫസ്റ്റ് റൈഡ് റിവ്യൂ ചെയ്യാനായിട്ട് 2-3 മണിക്കൂർ നേരത്തേക്ക് ഈ വണ്ടി നമ്മുടെ കയ്യിലുണ്ടാവും. ആദ്യം ഈ വണ്ടിയുടെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുതരാം. KTMൻ്റെ ഏറ്റവും ചെറിയ എഞ്ചിനായ 125cc കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ആയത്. അതിൻ്റെ സെയിൽസ് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് KTM ആ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ അതിൻ്റെ Gen 3 ഇപ്പോൾ അവൈലബിൾ ആണ്. യമഹ MT-15 R15 ഒക്കെ നല്ല രീതിയിൽ സെല്ല് ചെയ്യുന്ന 160cc സെഗ്മെൻറ്റിൽ ഒരു വണ്ടിയായിട്ട് KTM വരുമെന്ന് അന്നേ ന്യൂസ് ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കറൻ്റ്ലി ഈ വണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, പുറത്ത് ലോഞ്ച് ആയിട്ടില്ല. ഇന്ത്യയിലെ ഈ 160cc സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് MT-15 R15 ഇരിക്കുന്ന ഒരു പ്രീമിയം സെഗ്മെൻറ്റും, ബാക്കി FC, അപ്പാച്ചെ, എക്സ്ട്രീം ഒക്കെ ഇരിക്കുന്ന വേറൊരു സെഗ്മെൻറ്റും. പെർഫോമൻസും ഫീച്ചേഴ്സും പ്രൈസിംഗ് ഒക്കെ നോക്കുമ്പോൾ MT R15 ഇരിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിന് ഇതുവരെ ഒരു കോമ്പറ്റീഷൻ പോലും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ 200cc വണ്ടികളായിട്ടായിരുന്നു മിക്കപ്പോഴും ഇതിൻ്റെ കമ്പാരിസൺ പോലും. എനിവേ, ഇനി മുതൽ അതിനൊരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും 160 ഡ്യൂക്കും ഇനി വരാൻ പോകുന്ന 160 RCയും. ഒരു വർഷത്തിനകത്ത് തന്നെ 160 RCയും വരുമെന്നാണ് KTM പറഞ്ഞേക്കുന്നത്. എനിവേ, KTM ഈ വണ്ടിയായിട്ട് വരുമ്പോൾ അതിന് മെയിനായിട്ട് 2 ഫോക്കസാണുള്ളത്. ഒന്ന്, MT R15 ഇരിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് നല്ലൊരു ഷെയർ പിടിക്കുക. 2, കൂടുതൽ യങ്സ്റ്റേഴ്സിനെ, സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരെ KTM ഫാമിലിയിലേക്ക് കൊണ്ടുവരിക. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ വണ്ടി കേപ്പബിൾ ആണോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈനിലേക്ക് വരാം. Gen 2 ഡ്യൂക്കിൻ്റെ ഡിസൈനാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. 390, 250 ഡ്യൂക്കൊക്കെ Gen 3 ഡിസൈനിലേക്ക് മാറിയപ്പോൾ 200 ഡ്യൂക്ക് മാത്രമാണ് Gen 2 ഡിസൈൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. സോ ആ ഒരു സിമിലർ ഡിസൈൻ തന്നെ 160 ഡ്യൂക്കിലും KTM കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ Gen 2 ഡിസൈനാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. Gen 3, 250, 390 കുറച്ചധികം പാനൽസൊക്കെ കൊടുത്ത് വലിയ ഡ്യൂക്കിന് ഡിസൈൻ കൊണ്ടുവരാനാണ് KTM ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കാണുന്ന Gen 2 ഡിസൈൻ ഒരുപാട് മിനിമലിസ്റ്റിക് ആണ്. അധികം പാനൽസ് ഒന്നും ഇല്ലാതെ ഫ്രെയിമും എഞ്ചിനൊക്കെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന ഒരു റോ ഫീലാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് തരുന്നത്. 200 ഡ്യൂക്കിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും വെയിറ്റ് റിഡക്ഷന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ അവർ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ഓവറോൾ ഫ്രെയിമിൻ്റെ തിക്നെസ് അവർ കുറച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ഫോക്സിൻ്റെ ഔട്ടർ ട്യൂബ്, ടയർ ഹഗ്ഗർ, ഗ്രാബ് റെയിൽ, ഈവൻ ഫുഡ് പെക്സിൽ വരെ വെയിറ്റ് റിഡക്ഷന് വേണ്ട റിവിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് KTM പറയുന്നത്. പക്ഷേ ഇതൊന്നും വണ്ടിയുടെ ഓവറോൾ ക്വാളിറ്റി എഫക്റ്റ് ചെയ്തിട്ടില്ല. 160ക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ എക്സീഡ് ചെയ്യുന്ന ലെവലിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് KTM ക്ലെയിം ചെയ്യുന്നത്. KTMൻ്റെ ഏതൊരു വണ്ടി എടുത്തിരുന്നാലും പാർട്സ് ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ സെഗ്മെൻറ്റിലെ മറ്റ് ബൈക്സിനേക്കാളും ടോപ്പായിട്ട് തന്നെ ആയിരിക്കും അവർ നിൽക്കുന്നത്. ഇനി ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ പഴയ 390 ഡ്യൂക്കിലും ഇപ്പോൾ 200 ഡ്യൂക്കിലും ഇരിക്കുന്ന 6-pack LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. എഗെയിൻ, നേക്കഡ് മോട്ടോർ സൈക്കിൾസിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹെഡ്ലൈറ്റ്സ് ഇതാണ്. പഴയ വണ്ടികളിൽ നല്ല രീതിയിൽ ഇലുമിനേഷൻ ഇതിനുണ്ടായിരുന്നു. ഈ വണ്ടി എനിക്ക് രാത്രി ഓടിക്കാൻ പറ്റിയിട്ടില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഫ്രണ്ടിൽ 17 ഇഞ്ചസിൻ്റെ വീൽസും 110 സെക്ഷൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, റേഡിയലല്ല. ഇതിൽ എടുത്തു പറയേണ്ടത് 390 ഡ്യൂക്കിൽ വരുന്ന പോലെ 320mm ഡിസ്ക്കാണ് വരുന്നത്. കോമ്പറ്റീറ്ററായിട്ട് വരുന്ന MTക്ക് പോലും 280mm ഡിഫറൻറ്റ് ഡിസ്ക് മാത്രമേ വരുന്നുള്ളൂ. എനിവേ, ഓവറോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡിസ്ക് തന്നെ എല്ലാ വണ്ടിക്കും വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്നതാണ് KTM പറയുന്നത്. ബട്ട് സ്റ്റിൽ 200 ഡ്യൂക്കിന് വരുന്നത് ഡിഫറൻറ്റ് ഡിസ്ക്കാണ്, 300mm. മേ ബി ഫ്യൂച്ചറിൽ അതും 320 ആയേക്കാം. അതുപോലെ WP അപെക്സിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനാണ് വരുന്നത്. 138mm ഫ്രണ്ട് ട്രാവൽ ഉണ്ട്. എൻഡ്യൂറൻസ് എന്നൊരു മാർജിൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, കാരണം WPക്ക് വേണ്ടി എൻഡ്യൂറൻസ് ആണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ബ്രേക്ക് പാഡ്സ് ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് തന്നെയാണ്. സോ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് പോക്കറ്റ് കീറില്ല എന്നുള്ളൊരു ആശ്വാസമാണ്. ഇനി മെയിൻ ഐറ്റം ഇതിൻ്റെ എഞ്ചിനിലേക്ക് വരുമ്പോൾ 164cc ലിക്വിഡ് കൂൾ ഷോർട്ട് സ്ട്രോക്ക് SOHC എഞ്ചിനാണ്. ഇത് KTMൻ്റെ 200, 125cc സെയിം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന ഒരു എഞ്ചിനാണ്. എന്തുകൊണ്ട് SOHC എഞ്ചിൻ എന്നൊരു ചോദ്യം വരാം. കുറച്ചും കൂടി മെയിൻ്റനൻസ് ഫ്രണ്ട്ലി ആക്കാനും പിന്നെ എഞ്ചിൻ വെയിറ്റ് കുറച്ച് കുറയ്ക്കാനാണ് അവരിത് HOHC ആക്കിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ Gen 3 250 ഡ്യൂക്കിൻ്റെ കാര്യം എടുത്താൽ Gen 2 DOC എഞ്ചിനായിരുന്നു, Gen 3 ആയപ്പോൾ അത് SOHCയിലേക്ക് അവർ മാറ്റി. സോ ആ വണ്ടിയുടെ പെർഫോമൻസിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ എഞ്ചിനിലും KTMൻ്റെ ആ ഒരു ഹൈ റൈവിംഗ് ക്യാരക്ടർ കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അവർ പറയുന്നത്. കാരണം ഹയർ റൈവ്സിലൊക്കെ DOC ആയിരിക്കും കുറേ കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. പിന്നെ അണ്ടർ 20 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ എഞ്ചിൻ ആയതുകൊണ്ട് SOHCയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. എഞ്ചിൻ്റെ ലോങ് ടേം റിലയബിലിറ്റിക്കൊക്കെ ഇത് തന്നെയായിരിക്കും നല്ലത്. ഇനി റിയറിലേക്ക് വരുമ്പോൾ WPയുടെ മോണോഷോക്ക് സസ്പെൻഷൻ വിത്ത് 160mm ട്രാവൽ, എക്സോസ്റ്റ് അണ്ടർബെല്ലിയാണ്, 17 ഇഞ്ചിൻ്റെ വീൽസും 140 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. ബാക്കി എല്ലാ ഡ്യൂക്കിലും 150 ആണ്. റിയറിൽ MRFൻ്റെ റേഡിയൽ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 230mm ഡിസ്കും കൊടുത്തിട്ടുണ്ട്. എഗെയിൻ വൈബ്രയുടെ കാൽപേഴ്സും ഓർഗാനിക് പാഡ്സും കൊടുത്തിട്ടുണ്ട്. ഇനി റിയറിലേക്ക് വരുമ്പോൾ ഡ്യൂക്കിൻ്റെ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് സീറ്റ്സ് തന്നെയാണ് വിത്ത് ഗ്രാബ് റെയിൽ. MTയേക്കാളും കുറേ കൂടി കംഫർട്ടായിട്ട് ഇതിൽ പില്ലിന് ഉറപ്പായിട്ട് ഇരിക്കാൻ പറ്റും. ഇനി റൈഡർ സീറ്റ് മറ്റ് ഡ്യൂക്സിലുള്ളതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള സീറ്റ് തന്നെയാണ്. ഇനി ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ അത്യാവശ്യം വലുതായിട്ടുള്ള ഡോട്ട് മെട്രിക്സ് LCD ഡിസ്പ്ലേ ആണ്. നമ്മുടെ വണ്ടിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. 390 വരുന്ന പോലുള്ള ടോഗിൾ സ്വിച്ചസ് ആണ് വരുന്നത്. ഇത് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. മിറേഴ്സ് നോക്കുകയാണെങ്കിൽ 200 ഡ്യൂക്കിൽ വരുന്ന സെയിം മിറേഴ്സ് തന്നെ ഇവിടെയും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് മിറേഴ്സ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, കാരണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കുറേ കൂടി വൈഡ് ആയിട്ടുള്ള വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലുക്ക് വൈസും കുറച്ച് യൂണീക്കായിട്ട് ഫീൽ ചെയ്യും.
390-ലും 250-ലൊക്കെ വരുന്നത് ഇപ്പോൾ ഡൊമിനാറിൻ്റെ മിറേഴ്സാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് മിറേഴ്സാണ്. അതുപോലെ വെയിറ്റും കൂടുതലാണ്. സോ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് മിറേഴ്സാണ് കുറച്ചും കൂടി നല്ലത്. 10 ലിറ്ററിന് ടാങ്കേ വരുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി മൈലേജ് കൂടുതലായതുകൊണ്ട് ടാങ്ക് റേഞ്ച് വലിയ ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. ഇനി ഈ വണ്ടിയിലേക്ക് ഇരുന്ന് നോക്കുമ്പോൾ 815 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'8" ആണ്. എനിക്കിത് കംഫർട്ടബിളി പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുഡ് പെക്സ് കുറച്ച് റിയർ സെറ്റ് ആണെങ്കിലും ഓവറോൾ റൈഡിംഗ് പോസ്റ്റർ ഓൾമോസ്റ്റ് അപ്രൈറ്റ് തന്നെയാണ്. ഒരിടത്തും ഒരു പ്രഷർ പോയിന്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വേണമെങ്കിൽ റിലാക്സ് ആയിട്ട് അപ്രൈറ്റ് ആയിട്ട് വണ്ടി ഓടിക്കാം, അല്ലെങ്കിൽ ഇത്തിരി അറ്റാക്കിംഗ് അല്ലെങ്കിൽ അഗ്രസീവ് റൈഡിംഗ് പോസ്റ്ററിലിരുന്ന് വണ്ടി ഓടിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഐഡിയലി 200 ഡ്യൂക്കിന് സിമിലർ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓടിക്കുമ്പോഴും KTMന്റെ വണ്ടികൾക്കുള്ള ആ ഒരു ട്രേഡ് മാർക്ക് സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി വണ്ടി ഓടിച്ചിട്ട് എനിക്ക് എന്തൊക്കെയാണ് തോന്നിയെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ റൈഡിംഗ് കംഫർട്ട്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡ്യൂക്കിനും സിമിലർ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പോസ്റ്ററാണ് ഈ വണ്ടിയിലുള്ളത്. ഹാൻഡിൽ ബാർക്ക് നമ്മൾ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ ഇത്തിരി അഗ്രസീവായിട്ട് ഓടിക്കുമ്പോൾ ലീൻ ഫോർവേഡ് ചെയ്ത് ഇരിക്കാം. 147 kg ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് എന്നെ ഫീൽ ചെയ്യുന്നത്. സന്ധ്യ ഹിൽസിൽ ഹൈ റേഞ്ച് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ വണ്ടി നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാനൊക്കെ വളരെ ഈസിയാണ്. ബാംഗ്ലൂർ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊന്നും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും സിറ്റിയിലൊക്കെ വളരെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നിമ്പിളായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ഉള്ള ഒരു വണ്ടി തന്നെയാണിത്. ഓൾമോസ്റ്റ് 2.5 മണിക്കൂറാണ് കണ്ടിന്യൂസ് ഞാൻ വണ്ടിയിലിരുന്ന് ഓടിയത്. ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ബട്ടക്സ് പെയിനോ ബാക്ക് പെയിനോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓവറോൾ കംഫർട്ട് ഓരോരുത്തരുടെ ഫിറ്റ്നസും ഫിസിക്കിനനുസരിച്ചൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. എൻ്റെ കാര്യത്തിൽ ഓക്കെ ആയിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ പെർഫോമൻസിലോട്ട് വരാം. ഓൺ പേപ്പർ 160cc സെഗ്മെന്റിലെ മോസ്റ്റ് പവർഫുള്ളും മോസ്റ്റ് ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈവൻ ബെറ്റർ ദാൻ MT-15. സോ ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. MT ആയിട്ട് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യുന്നില്ല. ഡീറ്റെയിൽഡ് കമ്പാരിസൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അറൌണ്ട് 4000 RPM താഴെ തന്നെ 80% ഓഫ് ടോർക്ക് കിട്ടുമെന്നാണ് KTM പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഓരോ ഗിയറിനും വേണ്ട മിനിമം സ്പീഡ് എത്രയാണ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എഞ്ചിൻ നോക്കിങ്, ചെയിൻ അടിയൊന്നും ഇല്ലാതെ ഓരോ ഗിയറിൽ നമ്മൾ എത്ര സ്പീഡ് മിനിമം കീപ്പ് ചെയ്യണമെന്നുള്ളത്. സോ സെക്കൻഡ് ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു 12 to 14 km സ്പീഡ് ഉണ്ടായിരിക്കണം. തേർഡ് ഗിയർ ആണെങ്കിൽ ഒരു 18 to 20. ഫോർത്ത് ആകുമ്പോൾ 24-26, ഫിഫ്ത്ത് ആകുമ്പോൾ 30-32, സിക്സ്ത് ആകുമ്പോൾ ഒരു അണ്ടർ 40 നമുക്ക് സിക്സ്ത് ഗിയർ ഓടിക്കാൻ പറ്റും. സോ ലോവർ RPMസിൽ ഈ ഒരു പാറ്റേൺ വെച്ച് നമ്മൾ ഓടിച്ചിട്ട് കൈ കൊടുക്കുമ്പോഴും വണ്ടി മോശമല്ലാത്തൊരു പുള്ളി നമുക്ക് തരുന്നുണ്ട്. സോ KTMന്റെ മറ്റ് എഞ്ചിൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി 200 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറേ കൂടി ട്രാക്റ്റബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതായത് സിറ്റി റൈഡിലൊക്കെ ഒരു ബിഗിനറിനും ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എഞ്ചിനായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒരുപാട് ഗിയർ ഷിഫ്റ്റിംഗ് RPM ചേഞ്ചസ് ഒന്നും ഇല്ലാതെ ഈ വണ്ടി നമുക്ക് കംഫർട്ടബിളി സിറ്റിയിലൊക്കെ ഓടിച്ചിട്ട് പോകാൻ പറ്റും. സോ ഈ ഒരു RPM റേഞ്ചിൽ പവർ ഡെലിവറി ഇത്ര ലീനിയർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് KTMന്റെ ആ ഒരു ഹൈ റൈവിംഗ് ക്യാരക്ടർ നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഒരു 6000 RPM മേലെയാണ്. അവിടെ വെച്ച് വണ്ടി നമുക്ക് നല്ല രീതിയിൽ ആ ഒരു പുള്ള് തരുന്നുണ്ട്. KTM പറയുന്നത് ഫോർത്ത് ഗിയറിലും ഫിഫ്ത്ത് ഗിയറിലുള്ള 30 to 70 ആ ഒരു ക്ലൈംബ് MT-15നേക്കാളും ഫാസ്റ്റർ ആയിട്ടാണ് 160 ഡ്യൂക്ക് ചെയ്യുന്നതെന്നാണ്. ലോ ആൻഡ് ടോർക്ക് നല്ലതാണെന്ന് പറയാൻ വേറൊരു സോളിഡ് റീസണും കൂടെയുണ്ട്. ഹൈ റേഞ്ച് കയറിയ സമയത്ത് ടൈറ്റുള്ള കർവും ഹെയർ പിൻസൊക്കെ വന്നപ്പോൾ തേർഡ് ഫോർത്തിലൊക്കെ ഇട്ട് എനിക്ക് കയറാൻ പറ്റി. അതും ഒരു 30-40 റേഞ്ച് സ്പീഡിലായിരുന്നിട്ട് പോലും ഒരു തരത്തിലുള്ള സ്ട്രെസ്സോ അല്ലെങ്കിൽ വണ്ടി വലിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടും ഫീൽ ചെയ്തിട്ടില്ല. സോ ഓവറോൾ എഞ്ചിൻ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ലോവർ RPMസിൽ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള ലോ ആൻഡ് ടോർക്കും ഹയർ റെവ്സിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസും വണ്ടി തരുന്നുണ്ട്. മീറ്ററിൽ RPM 11,000 ഒരു മാർക്ക്ഡ് ആണ്. പക്ഷേ 10,000 ആകുമ്പോഴത്തേക്ക് തന്നെ RPM കട്ട് ഓഫ് ആവുന്നുണ്ട്. ടോപ്പ് സ്പീഡ് KTM ഇതൊരു പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ ഒരു 120-125 റേഞ്ചിൽ നിൽക്കുമെന്നാണ് കരുതുന്നത്. ഞാൻ ഓടിച്ച റോഡ് കണ്ടീഷനിൽ ഒരു 110 വരെയൊക്കെ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബേസിക്കലി ഇതങ്ങനെ എപ്പോഴും ടോപ്പ് സ്പീഡിൽ ഓടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടൊരു വണ്ടിയേ അല്ല. യങ്സ്റ്റേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ലോ ആൻഡ് പെർഫോമൻസും ഹയർ റെവ്സിൽ KTMന്റെ ഒരു ആക്സിലറേഷൻ ലെഗസി എന്താണെന്ന് ഒരു ഗ്ലിംസ് കാണിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് എഞ്ചിനാണ്. ഇനി ഇതിൻ്റെ റിഫൈൻമെൻറ്റ് അല്ലെങ്കിൽ ഹീറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇതൊരു ചെറിയ സൈസ് എഞ്ചിനാണ്. സോ മറ്റ് ഡ്യൂക്സിനേക്കാളും അത്യാവശ്യം റിഫൈൻഡ് തന്നെ ആയിരിക്കും. ലോവർ RPMസിലൊക്കെ എഞ്ചിൻ നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഹയർ റെവ്സിലേക്ക് പോകുമ്പോൾ ഒരു KTM എഞ്ചിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം എഞ്ചിൻ നോയ്സും വൈബ്രേഷനൊന്നും ഈ എഞ്ചിൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ റിഫൈൻമെൻറ്റ് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് തന്നെ ആയിരുന്നു. ഒരു 8-9,000 RPM ഓടിക്കുമ്പോൾ ടാങ്കിലും സീറ്റിലും ഫുഡ് പാക്കിലൊക്കെ ഒരു ബസ് ഫീലിംഗ് വരുന്ന ഒഴിച്ചാൽ ഞാൻ കൂടുതലും ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു 67,000 RPM വരെയൊക്കെ എഞ്ചിൻ നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഹീറ്റിങ്ങിലോട്ട് വരുമ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയില്ല. ഹൈ റേഞ്ചിലും വില്ലേജ് റോഡ്സിലും ഹൈവേസിലാണ് ഓടിച്ചത്. ജീൻസ് ഇട്ടും റൈഡിംഗ് പാൻസ് ഇട്ടും ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. കുറ്റം പറയാൻ മാത്രം ഹീറ്റും കാലിലേക്കൊന്നും കിട്ടിയിട്ടില്ല. സോ എഞ്ചിനെ പറ്റി ഓവറോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ലോവർ RPMസിൽ അത്യാവശ്യം ലീനിയർ ആയിട്ടും പക്ഷേ ഹൈ റെവ്സിലോട്ട് വരുമ്പോൾ KTMന്റെ ആ ഒരു ക്യാരക്ടറും കാണിക്കുന്ന KTMന്റെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. ഇനി ക്ലച്ച് ആൻഡ് ഗിയറിലോട്ട് വരികയാണെങ്കിൽ അസിസ്റ്റൻസ് സൂപ്പർ ക്ലച്ച് ഉണ്ട്. ക്ലച്ച് ഫീൽ വളരെ ലൈറ്റാണ്. ഗിയറൊക്കെ നമുക്ക് ഈസിലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിലെനിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് എൻ്റെ യൂസിന് ഹാൻഡിൽ ബാറിൽ നിന്നുള്ള ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലെവറിൻ്റെ ആ ഒരു പൊസിഷൻ കുറച്ച് കൂടുതലാണ്. സോ പലപ്പോഴും ഫിംഗേഴ്സ് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. മേ ബി ഓവർ ദ ടൈം നമ്മളത് യൂസ്ഡ് ആയി പോയിക്കോളൂ. ഇനി ബ്രേക്സിലോട്ട് വരുമ്പോൾ 320 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. സോ ഫ്രണ്ട് ബ്രേക്സിൻ്റെ പെർഫോമൻസ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ടോപ്പ് നോച്ച് തന്നെയാണ്.
ഓർഗാനിക് പാഡ്സ് ആയതുകൊണ്ട് ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസിലി അത് യൂസ്ഡ് ആവാനും പറ്റും. റിയർ ബ്രേക്ക് ഒരുപാട് എഫക്റ്റീവായിട്ടൊന്നും ഫീൽ ചെയ്യില്ല, ഓക്കെയാണ്. നിങ്ങൾക്കറിയായിരിക്കും വണ്ടി നിർത്താനുള്ള ആൾമോസ്റ്റ് 80-90% എഫേർട്ട് ഇടുന്നതും ഫ്രണ്ട് ബ്രേക്സ് തന്നെയാണ്. സിൻഡിയേറ്റ് പാഡ്സ് ഇതിൽ വാങ്ങിച്ചിടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി സസ്പെൻഷനും ടയേഴ്സിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് സസ്പെൻഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. മറ്റു ഡ്യൂക്സിനെ പോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം ട്രാവൽ ഉള്ളതുകൊണ്ട് മോശം റോഡുകളിലൊക്കെ വലിയ കുഴപ്പമില്ല നമുക്ക് ഓടിക്കാൻ പറ്റും. ഒരുപാട് പൊളിഞ്ഞ റോഡുകളിലൊന്നും എനിക്ക് ഓടിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഓടിച്ചതിൻ്റെ ബേസിൽ കംഫർട്ടബിൾ ആണ്. അതുപോലെ കോർണേഴ്സിലും ബ്രേക്കിംഗ് ചെയ്യുമ്പോഴൊക്കെയുള്ള സസ്പെൻഷൻ്റെ ഒരു ഫീഡ്ബാക്ക് ഓൺ പോയിൻ്റ് ആണ്. ഹൈവേസിൽ ഈവൻ 100-110 പോയ സമയത്തും വണ്ടി ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂ ഒന്നും ഒരിടത്തും ഫീൽ ചെയ്തിട്ടില്ല. 150 kg താഴെയുള്ള ഒരു നേക്കഡ് ബൈക്ക് എന്ന രീതിയിൽ എന്നെ ഇമ്പ്രസ് ചെയ്തൊരു കാര്യമാണത്. ഇനി ടയേഴ്സിലോട്ട് വരുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും MRF ടയേഴ്സാണ്. ബാക്കിലുള്ളത് റേഡിയൽ ടയറാണ്, ഫ്രണ്ടിലുള്ളത് നോർമൽ ബൈസ് ടയറാണ്. ടയേഴ്സിൻ്റെ പെർഫോമൻസിലും ഞാൻ ഹാപ്പിയാണ്. കോർണേഴ്സിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ വണ്ടി ഞാൻ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ എന്തായാലും റേഡിയൽ ടയറിലോട്ട് ഞാൻ മാറുന്നതായിരിക്കും. അതുപോലെ ബാക്കിലുള്ളത് 140 സെക്ഷൻ ടയറാണ്. റേഡിയൽ ആയതുകൊണ്ട് തന്നെ അത് 150ലേക്ക് അപ്സൈസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഫ്രെയിമിനും എഞ്ചിനൊക്കെ 140 തന്നെ ധാരാളമെന്നാണ് എനിക്ക് തോന്നുന്നത്. 150ലേക്ക് മാറിക്കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചും കൂടി ഡ്രാഗ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി ടൂറിങ്ങിലോട്ട് വരികയാണെങ്കിൽ അണ്ടർ 100 കിലോമീറ്റേഴ്സ് മാത്രമേ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതുവരെ ഓടിച്ചതിൻ്റെ ബേസിൽ കംഫർട്ടബിൾ ആയിട്ട് റൈഡിംഗ് പോസ്റ്ററാണ്. സീറ്റിംഗ് മോശമില്ല. ഒരു 70-80 kmph കംഫർട്ടബിളായിട്ട് നമുക്ക് ഹൈവേസിൽ ക്രൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇടയ്ക്ക് 100% ക്രൂസ് ചെയ്യാം. സോ മെയിൻലി നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നത് സിറ്റി റൈഡ്സിനും കമ്മ്യൂട്ട്സിനാണ്. ഒക്കേഷണൽ ടൂറിംഗ് ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ട് ടൂറിംഗ് ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ ഹാർഡ് കോർ ടൂറിംഗ് ആണ് നിങ്ങളുടെ മൈൻഡിലുള്ളതെങ്കിൽ വേറെ വണ്ടി നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി ഇതിൻ്റെ സർവീസ് കോസ്റ്റിലോട്ട് വരികയാണെങ്കിൽ മറ്റ് ഡ്യൂക്സിന് സിമിലർ ആയിട്ടുള്ള സർവീസ് ഇൻ്റർവലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 200 ഡ്യൂക്കിൻ്റെ പെയ്ഡ് സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 200-250 റേഞ്ചിലൊക്കെയാണ് നോർമലി വരാറ്. ഇതിൽ ഞാൻ ഓയിലും ഫിൽറ്ററിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി വെയർ ആൻഡ് ടിയർ പാർട്സ് ഒന്നും കൂട്ടിയിട്ടില്ല. KTM ഇൻ്റർനാഷണൽ മാനുവലിലൊക്കെ നോർമലി 7500 കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ച് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇത് 4 മാസത്തിലൊരിക്കലാണ് മിക്ക സർവീസ് സെൻറ്ററും ചെയ്യുന്നത്. സോ ഒരു വർഷത്തിൽ ഒരു 7-8 രൂപ റേഞ്ചിൽ മിനിമം പെയ്ഡ് സർവീസിൻ്റെ കോസ്റ്റ് മാത്രം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി മൈലേജിലോട്ട് വരുമ്പോൾ കമ്പനി പറയുന്ന മൈലേജ് 38 ആണ്. നമ്മുടെ റൈഡിംഗ് സ്റ്റൈലിനനുസരിച്ച് അത് കൂടുകയും കുറയുകയും ചെയ്യാം. സോ ഞാൻ ഈ വണ്ടി ഓടിച്ചത് ഒരു 20-30% ഹൈ റേഞ്ചസിലും പിന്നെ കുറച്ച് വില്ലേജ് റോഡ്സിലും ഓപ്പൺ റോഡ്സിലൊക്കെ ഒരു 6,000-7,000 RPM കീപ്പ് ചെയ്യാനാണ് വണ്ടി ഓടിച്ചത്. ഇങ്ങനെ ഓടിച്ചിട്ടുള്ള മീറ്ററുള്ള മൈലേജ് നോക്കിയപ്പോൾ 32 ആണ് കാണിച്ചത്. ഇത് നിങ്ങളൊരു ആക്യുറേറ്റ് മൈലേജ് കൂട്ടണ്ട, വണ്ടിയുടെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പല കണ്ടീഷൻസിൽ ഓടിച്ചുകൊണ്ടായിരിക്കും മീറ്ററിൽ അത്രയും കുറവ് മൈലേജ് വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നോർമലി വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് 35-40 റേഞ്ചൊക്കെ ഈസിലി ഗെറ്റബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 200 ഡ്യൂക്കിന് തന്നെ ഈ പറഞ്ഞ റേഞ്ചിലാണ് മിക്കവർക്കും മൈലേജ് കിട്ടുന്നത്. സോ ഇതിനൊരു 40+ ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മൈലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിവേ ഈ വണ്ടി കുറച്ച് ആൾക്കാരൊക്കെ എടുത്ത് യൂസർ റിവ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു പ്രോപ്പർ ഐഡിയ കിട്ടും. ഇനി പ്രൈസിങ്ങിലോട്ട് വരുവാണെങ്കിൽ 1.84 ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഡ്യൂക്ക് 200-നേക്കാളും വെറും 15,000 രൂപ മാത്രമേ ഇതിന് കുറവ് വരുന്നുള്ളൂ. അതിൻ്റെ മെയിൻ കാരണം 2 ലക്ഷം രൂപയ്ക്ക് മേലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ടാക്സ് കേരളത്തിൽ കൂടുതലാണ്. സോ അതുകൊണ്ട് 200 ഡ്യൂക്കിൻ്റെ പ്രൈസ് മറ്റ് സ്റ്റേറ്റിനേക്കാളും കേരളത്തിൽ കുറച്ചാണ് KTM സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് 2.3 lakhs നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ഗവൺമെൻറ് വണ്ടികളുടെ GST 28% 18% കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്, മെയിൻലി 350 cc താഴെയുള്ള വണ്ടികൾക്ക്. അങ്ങനെ വരികയാണെങ്കിൽ മിക്ക വണ്ടികളുടെയും വില ഇനിയും കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഈ വണ്ടി ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു യുണീക്ക് സെഗ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. Yamaha MT-15 അല്ലാതെ ബാക്കിയുള്ള 150-160 മോട്ടോർ സൈക്കിൾസ് ഒന്നും ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഒട്ടും ഫെയർ അല്ല. സോ നിങ്ങളൊരു സ്റ്റുഡൻറ്റോ യങ്സ്റ്ററോ ബിഗിനറോ ഒക്കെയാണ്, നിങ്ങളൊരു ഫസ്റ്റ് ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിൽ നിന്നോ 100cc അപ്ഗ്രേഡ് ആയിട്ട് ഒരു പ്രീമിയം മോട്ടോർ സൈക്കിൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു KTM ഫാനാണ്, പക്ഷേ KTM എന്ന് കേൾക്കുമ്പോൾ വീട്ടുകാർ മടലെടുക്കുകയാണെങ്കിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണിത്. സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്, നല്ല ടയർ, സസ്പെൻഷൻ, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എഞ്ചിൻ. പ്രൈസ് നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി 160 ബാക്കി സെഗ്മെൻറ്റിലോട്ട് പോകാം. അതല്ല നിങ്ങൾ ടൂറിംഗ് ആണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ Xpulse 210 NX 200 നോക്കാം. സോ അത്രയൊക്കെയാണ് 160 ഡ്യൂക്കിൻ്റെ എൻ്റെ ഒരു ഫസ്റ്റ് റൈഡ് റിവ്യൂ. ഈ വണ്ടിയെ പറ്റി നിങ്ങൾ അറിഞ്ഞിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാനിതിൽ ഷെയർ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ റൈഡ് സേഫ്, ബൈ ബൈ.